മാർച്ച് 7 നടക്കുന്ന കെമിസ്ട്രി എക്സാമിനുമായി ബന്ധപ്പെട്ട 3 ഇമ്പോർട്ടന്റ് ഡേയ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് കെമിസ്ട്രി മാർച്ച് 7 നടക്കുന്ന എക്സാമിൽ 60-ൽ 60 മാർക്ക് നേടാൻ വേണ്ടി നിങ്ങൾ ഏത് ദിവസമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? വീണ്ടും ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. ഈ കാണുന്ന 3 ഡേയിൽ ഏത് ഡേ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിയിലെ നിങ്ങൾക്ക് 60-ൽ 60 വേണമോ വേണ്ടയോ തീരുമാനിക്കുന്ന ഡേ? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണം. വീണ്ടും ഒന്നുകൂടി പോസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്യണേ. റെഡി. മെജോറിറ്റി പേരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ഈ മാർച്ച് 6 എന്ന് പറഞ്ഞ ഡേ ആയിരിക്കും മെജോറിറ്റി പേരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കാരണം എക്സാമിന്റെ തലേ ദിവസമാണ്, അന്ന് എക്സാമും ഇല്ല. അപ്പൊ അന്ന് ഒറ്റ ദിവസം കൊണ്ട് മല മറിക്കാം. അത് അത്ര സ്മാർട്ട് വർക്ക് അല്ല. ഈ ബ്ലാങ്ക് ഡേയിൽ മാത്രം നിങ്ങൾ കെമിസ്ട്രി റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവാ ഈ 60-ൽ 60 എന്നുള്ളത് അധിക പേർക്കൊന്നും എന്ത് ചെയ്യില്ല, പോസിബിൾ അല്ല. പ്രത്യേകിച്ച് ഇതുവരെ പഠിച്ച് തീർക്കാത്തവർക്കും ഇതുവരെ തുടങ്ങാത്ത ചാപ്റ്റേഴ്സ് ഉള്ള കുട്ടികൾക്കും 60-ൽ 60 ഈ തലേ ദിവസം പഠിച്ചാൽ അത്ര പ്രാക്ടിക്കൽ അല്ല. ഇൻ റിയാലിറ്റി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാം എന്നാണോ? അല്ല. ഞാൻ പറയുന്നു മക്കളെ, മാർച്ച് 5 ആണ് നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേ. സാർ അന്ന് ഇംഗ്ലീഷ് എക്സാം ഇല്ലേ? ഉണ്ട്. ഇംഗ്ലീഷ് എക്സാം എപ്പോഴാ? രാവിലെയാണ്. ആ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, മക്കളെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ എഡ്യൂപോർട്ട് തയ്യാറാണ്. ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. 60-ൽ 60 ആണ് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഗിവൺ ദാറ്റ് ഞങ്ങൾ പറയുന്ന ആ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത വിജയിച്ച ടെക്നിക്കാണ്. നിങ്ങളുടെ സീനിയേഴ്സിനെ പറ്റി ചോദിച്ചു നോക്കുക, അവരെല്ലാവരും പറയും പ്രൂവൺ ആണ്. ഇക്കഴിഞ്ഞ ലാസ്റ്റ് +2 ഫിസിക്സ് അത്രയും എളുപ്പമായത് കൃത്യമായി പറഞ്ഞ സ്ട്രാറ്റജിയാണ്. എന്താണ് ഈ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, എഡ്യൂപോർട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ് +1 കെമിസ്ട്രിയിലെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു അൾട്ടിമേറ്റ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് +1 കെമിസ്ട്രിയിലെ 9 പാഠങ്ങളിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഒരു ചോദ്യത്തിൽ തന്നെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, മൊളാരിറ്റിയുടെ ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതേ പ്രോബ്ലത്തിന്റെ വേറൊരു ടൈപ്പും കൂടി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ എല്ലാം A to Z ഉള്ള ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായി ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. തീർന്നില്ല, ആ PDF എവിടെ ലഭിക്കും? PDF ലഭിക്കാൻ ഫ്രീ ആണ്, 100% ഫ്രീ ആണ്. നിങ്ങൾ യാതൊരു പൈസയും ചെലവാക്കൊന്നും വേണ്ട. എല്ലാ +1 സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ലഭിക്കും. ഈ കാണുന്ന വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് എഡ്യൂപോർട്ട് ആപ്പിന്റെ അകത്ത് ലഭിക്കും കേട്ടോ. നിങ്ങൾ എല്ലാ ക്ലാസ് ഗ്രൂപ്പുകളും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ വാങ്ങട്ടെ. ആൻഡ് ഈ PDF ചില പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കാണാം. ഇതിൽ 2 കളർ കോഡ്സ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ചോദ്യങ്ങൾ വൈറ്റ് കളറിലായിരിക്കും, ചില ചോദ്യങ്ങൾ യെല്ലോ കളറിലായിരിക്കും. അതെന്താ അറിയോ? ഒരു സയന്റിഫിക് മെത്തേഡാ. അതായത് നിങ്ങൾക്ക് യെല്ലോ കളറിൽ കാണുന്ന ചോദ്യങ്ങൾ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്പാ. അതായത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്ന അത്ര ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ ഉണ്ടാവും എല്ലാ ചാപ്റ്ററിലും. ആ ക്വസ്റ്റ്യൻസിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? യെല്ലോ കളറിൽ കൊടുത്തു. ഇനി ബാക്കി ചില ചോദ്യങ്ങൾ വൈറ്റ് കളേഴ്സിൽ ഉണ്ടാവും. വൈറ്റ് കളേഴ്സ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഇമ്പോർട്ടന്റ് തന്നെയാണ്. മേ ബി പാറ്റേൺ മാറിയാൽ പോലും നിങ്ങൾക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളും കൂടി എന്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇതിൽ കാണുന്ന എല്ലാ ചോദ്യങ്ങളോടും നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ആൻഡ് ഈ സംഭവത്തിന്റെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ PDF തന്നോണ്ടായില്ല, ഇതിനൊന്നും ഉത്തരങ്ങളില്ല, ചില ന്യൂമറിക്കൽസിനൊന്നും ഉത്തരം ഉണ്ടാവില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോഴേ തരുന്നത് അല്ലേ? ഇനി അതിന് ഉത്തരങ്ങൾ ലഭിക്കാനും നിങ്ങൾക്ക് അതിലെ സംശയങ്ങൾ തീർക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എഡ്യൂപോർട്ട് അതിനും വീണ്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് സ്റ്റഡി നോട്ട് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ലൈവുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എന്നാ ഡേ എന്ന് വെച്ചാൽ മാർച്ച് 5 ട്യൂസ്ഡേ. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു വന്ന ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ ഇംഗ്ലീഷ് കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരിക. തിരിഞ്ഞു കളിക്കരുത്. 2 മണിക്ക് നിങ്ങൾ എത്തണം. 2 മണി മുതൽ 6 മണി വരെ സെഷൻ നമ്പർ 1 ആണ്. ആ സെഷനിൽ 5 പാഠങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5 പാഠങ്ങൾ. ആദ്യത്തെ 5 പാഠങ്ങൾ നമ്മൾ 2 മുതൽ 6 മണി വരെ ഡിസ്കസ് ചെയ്യും. പലപ്പോഴും മാരത്തോൺ റിവിഷനിൽ കുട്ടികൾക്ക് ബ്രേക്ക് കിട്ടാറില്ല. ആ ബ്രേക്ക് കിട്ടാതെ ഇത്തവണ സോൾവ് ചെയ്യും. 6 മണിക്ക് ബ്രേക്ക് ആണ്. 6 മണി കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് തുടങ്ങിയിട്ട് 7 മണിക്ക് അടുത്ത ലൈവ് ലിങ്ക് ആയിട്ട് വേറെ ലിങ്ക് ആണ്. അതിലെന്ത് ചെയ്യും? 6, 7, 8, 9 ബാക്കി പാഠങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ ഇതോടുകൂടി ഈ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ നോട്ട് ബേസ് ആയിരിക്കും. എല്ലാ ഡൗട്ട്സും ഇതിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. റെഡി? അപ്പൊ പ്രോപ്പർ ആയിട്ട് വരിക. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഫോർ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഓർഡറിൽ പോകുമ്പോൾ നിങ്ങളെ ചാപ്റ്റർ വരുന്ന സമയത്ത് നിങ്ങൾ ലൈവിൽ വന്നാലും മതി. എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് എക്സാമിന്റെ തലേ ദിവസമായുള്ള മാർച്ച് 6 വെനസ്ഡേ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സാധനം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ പഠിപ്പിക്കുന്നതിലുപരി നിങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ മാർച്ച് 6 ഈവനിങ് 4 മണിക്കാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കാണ്.
പല കുട്ടികളുടെ റിക്വസ്റ്റ് ആണ് ലൈവ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് മക്കളെ 4 മണി മുതൽ 9 മണി വരെ മാത്രമായിരിക്കും എക്സാമിന്റെ തലേ ദിവസം ലൈവ്. ബാക്കി സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. അതായത് 9 മണിക്ക് ലൈവ് അവസാനിപ്പിച്ചാൽ ലൈവിന്റെ നോട്ട് വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കൂടി അവസരമുണ്ട്. ആൻഡ് എക്സാമിന് അന്ന് രാവിലെ ആസ് യൂഷ്വൽ 6 മണിക്ക് എജുപോന്റെ റോക്കറ്റ് റിവിഷനും ഉണ്ട്. സോ എല്ലാവരും പഠിക്കുക, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. നിങ്ങൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ കമന്റിൽ ഒന്ന് എന്ത് ചെയ്യുക? അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് റിസീവ്ഡ് +1 കെമിസ്ട്രി അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു ഗ്രീൻ ടിക്ക് കമന്റിൽ എല്ലാവരും രേഖപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഫ്രീ ആണ്, ഒരു കുട്ടിക്ക് പോലും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടാതെ പോരുത്. എല്ലാവരും റിവൈസ് ചെയ്യുക. ലൈവ് ലിങ്കുകളൊക്കെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി പങ്കെടുക്കുക. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വരിക, ഹാപ്പി ആയിട്ട് പഠിക്കാം. മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങാം. മാക്സിമം അല്ല, ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാം.